ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഇന്ന് ജംഷുവിൻ്റെ വക അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം ഇത് നമുക്ക് അറിയാം, ഈ ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് തേങ്ങാപ്പാലിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഉള്ളി വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. അതിലേക്കൊരു 10 ഏലയ്ക്ക, അതുപോലെ തന്നെ ചെറിയ 2 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ച്, എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ 2 സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം കേട്ടോ. നല്ല വഴറ്റി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിക്കാതെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഈ സവാള വഴറ്റിയെടുക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ. ഇനി നമ്മളൊരു വലിയ ക്യാരറ്റും അതുപോലെ തന്നെ വലിയൊരു ഉരുളക്കിഴങ്ങും നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നതല്ലേ. എപ്പോഴും നമ്മൾ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യുന്ന അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ചിക്കൻ സ്റ്റൂ ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇത് റെഡിയാക്കുന്നവർ ഒരുപാട് പേര് കാണും കേട്ടോ. എങ്കിലും ഇത് എല്ലായിടത്തും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. വീട്ടിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടണ്ട. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അരമുറി തേങ്ങയുടെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ 2ാം പാലിൽ ഇതൊന്ന് ഒരു നല്ല രീതിയിൽ റെഡിയായി വന്നതിന് ശേഷമാണ് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ചാൽ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ 2ാം പാലിൽ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മുടെ തേങ്ങാപ്പാലിലാണ് ഇത് റെഡിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ 2ാം പാലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. നമ്മളിതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട. ഈ ഒരു പാലിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. അത് അടിക്ക് പിടിക്കും. കാരണം ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് അത് വേകാനുള്ള തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഉടച്ചു കൊടുക്കുന്നത് ഈ ഒരു കിഴങ്ങ് നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കറക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ വിട്ടുപോയതാണ്. അപ്പം അത് രണ്ടും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. എന്നിട്ട് നമുക്ക് ഈ ഒരു കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് അതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ കിഴങ്ങ് ഉടച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ ഒരു കറിക്ക്, ഈ ഒരു സ്റ്റൂവിന് നല്ലതായിട്ടൊരു കുറച്ചുകൂടെ തിക്നെസ്, നല്ലൊരു കട്ടിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉടച്ചു കൊടുക്കുന്നത് കിഴങ്ങ്. എന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങ് ഉടച്ചു കൊടുക്കണ്ട, കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്
ഒന്നാം പാലാണ്, അതായത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള രണ്ടാം പാലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒന്നാം പാലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമ്മൾ ഇതിനെ ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് ഒരുപാട് നേരം നമുക്കിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്കിനി കുറച്ച് കാഷ്യൂസാണ് ഇതിനകത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ കാഷ്യൂസ് നമ്മൾ കുറച്ചൊന്ന് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമുക്ക് വലുതായിട്ടല്ല കേട്ടോ, ചെറുതായിട്ട് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ ഉള്ളിയും, അതായത് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്കതിന് കിട്ടുന്നത്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂസ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ അതേ എണ്ണ, കാഷ്യൂസ് റോസ്റ്റ് ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി കുറച്ച് കറിവേപ്പില നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിന്ന് മൂപ്പിച്ചിടാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണം കേട്ടോ, എന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഇത് മിസ് ചെയ്യരുത്. ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്ത് വിടുകയോ ചെയ്യരുത്. ഇനി നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കാഷ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളുടെ ആ ഒരു സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ സ്റ്റൂവിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചേർത്തിട്ട് കുറേ നേരം നമ്മൾ അങ്ങ് അടച്ച് വെച്ചിരിക്കണം കേട്ടോ. അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സംഭവം റെഡിയായി. പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആരും തന്നെ മിസ്സാക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചേക്കാം കുറച്ച് നേരത്തേന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.